ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി, ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബെറി സ്മൂത്തിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. വളരെ ഹെൽത്തിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറിലോട്ട് ഏകദേശം 1.5 കപ്പ് പൊമഗ്രാനൈറ്റ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് മാതള ജ്യൂസ് 1.5 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പൊമഗ്രാനൈറ്റ് ജ്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് തൈര്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബെറി സ്മൂത്തിയാണ്, നമുക്ക് ബെറീസ് വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബെറീസ് സ്ട്രോബെറിയും ബ്ലൂബെറീസുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റാസ്ബെറി, ബ്ലാക്ക്ബെറിയും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറി ഒരു 7-8 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ബ്ലൂബെറീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 4 ചെറി കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ബെറീസിൽ പെട്ടതല്ല, പക്ഷേ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു എന്ന് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സ്ട്രോബെറീസും ബ്ലൂബെറീസുമാണ്. വേണമെങ്കിൽ റാസ്ബെറീസും ബ്ലാക്ക്ബെറീസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളത്, ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 7-8 ആപ്രിക്കോട്ട്, ഡ്രൈഡ് ആപ്രിക്കോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 4-5 വാൾനട്ട്സ്, പിന്നെ ഒരു 8-10 ആൽമണ്ട്സ്, അതായത് ബദാം, പിന്നെ അതേപോലെ ഒരു 6-7 കാഷ്യൂ നട്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ പിസ്ത ആഡ് ചെയ്ത് കൊടുക്കാം, പിസ്താഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് വേണ്ടെങ്കിൽ ഇത് ലീവ് ഔട്ട് ചെയ്യാം. അപ്പം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആപ്രിക്കോട്ട്, കാഷ്യൂ നട്ട്, ബദാം, വാൾനട്ട്സ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്, ഞാൻ ഒരു വലിയ സ്പൂൺ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സ്മൂത്തീസിൽ ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഞാൻ മസ്റ്റ് എന്ന് പറയും. ഇത് ഡെയിലി നമ്മുടെ ഫുഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ് ഫ്ലാക്സ് സീഡും ചിയ സീഡെല്ലാം. അപ്പോൾ ഒരു വലിയ സ്പൂൺ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്തു, അതേമാതിരി വലിയൊരു സ്പൂൺ ചിയ സീഡും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും ഡെയിലി നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഈ സ്മൂത്തി നമുക്ക് ഒരു ഉച്ചവരെയൊക്കെ നല്ല ഫുള്ളായിട്ടിരിക്കും കേട്ടോ. നല്ല തിക്കും നല്ല ടേസ്റ്റുള്ള സ്മൂത്തിയാണ്. ഇതിൽ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. അതിൻ്റെ സ്വീറ്റ്നെസ്സിൽ നമ്മൾ നേന്ത്രപ്പഴം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വലിയൊരു നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും തിക്നെസ്സും, സ്മൂത്തി ഇത്തിരി തിക്കാണ്, നമ്മുടെ ലസ്സിയൊക്കെ മാതിരി കുറച്ച് തിക്കായിട്ടിരിക്കുന്ന ഒരു ആണ്. അപ്പോൾ തിക്നെസ്സും തരും. അതുകൊണ്ട് വലിയൊരു നേന്ത്രപ്പഴം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാൻ വിട്ടുപോയി, ഞാനെടുത്ത ബെറീസ് എല്ലാം ഫ്രോസൺ ആണ്. വേണമെങ്കിൽ തലേ ദിവസം തന്നെ കട്ട് ചെയ്തിട്ട് ഈ പഴവും സ്ട്രോബെറീസും റാസ്ബെറീസും എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം, എന്നിട്ട് അരയ്ക്കുന്നതാണ്. അതും നല്ല തിക്നെസ് വരും. അപ്പോൾ നമ്മൾ അരച്ച് വന്നിട്ടുണ്ട്. ഞാനിതാ നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. നമ്മുടെ ബെറി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബെറി സ്മൂത്തി റെഡിയായി. നല്ല ഹെൽത്തിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം, വർക്കിംഗ് വുമൻസിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ നോക്കുക. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.